ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും കഴിക്കാനുള്ള ഒരു ചമ്മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഞാൻ നല്ല സോഫ്റ്റായ ഇഡലി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചമ്മന്തിയും തയ്യാറാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഞാനിതാ ഒരു 4 തക്കാളി, 2 സവാള, ഒരു 3 പച്ചമുളക്, ഒരു കുറച്ച് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ സവാള തക്കാളിയൊക്കെ ഇതുപോലെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയ രൂപത്തിലാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി. അപ്പോൾ അതിലേക്ക് ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതാ ഓയിലൊക്കെ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇതാ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അതാ വെളുത്തുള്ളിയൊക്കെ കുറച്ച് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതാ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നല്ല മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഇതാ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതാ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതെല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ സവാളയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇഡലി ദോശയൊക്കെ കഴിക്കാൻ പറ്റും. രാവിലെ തന്നെ നമ്മൾക്ക് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾക്ക് വേറെ ഒരു കറിയും തേടിപ്പോവേണ്ട. ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെ സവാളയൊക്കെ നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരാവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നല്ലവണ്ണം സവാള മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ സവാളയൊക്കെ നല്ല മൂത്ത് വരുന്നവരെ നമ്മൾക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ അതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും ആഡ് ചെയ്യാം. ഇങ്ങനെ തക്കാളിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം വെന്ത് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നല്ല മൂപ്പിച്ചെടുക്കാം. തക്കാളിയും സവാളയൊക്കെ നല്ല വേവിച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല മൂപ്പിച്ചെടുത്തതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. നമ്മളെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മൾ കാശ്മീർ മുളകായതുകൊണ്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ പച്ചമുളകിൻ്റെ കുറച്ച് എരിവുമുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകവും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതൊക്കെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ രുചിക്കൂട്ടുകളെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായി. അങ്ങനെ നല്ല വെന്ത് വന്നു. അപ്പോൾ അതിന് ശേഷം നമുക്കത് തണുത്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല തണുത്ത് വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. തണുത്ത് വന്നതിന് ശേഷം നമുക്കിങ്ങനെ ഒരു മിക്സി ജാറിലിട്ടിട്ട് ഇങ്ങനെ അതെല്ലാം ഞാൻ മിക്സി ജാറിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അടുപ്പ് മൂടി വെച്ചിട്ട് നമുക്കൊരു കറക്കിയെടുക്കാം. നല്ലവണ്ണം കറക്കണ്ട കേട്ടോ, കുറച്ച് കറക്കിയാൽ മതി. പിന്നെ നമുക്കിത് അതിന് കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് വേള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കറിവേപ്പില, പിന്നെ വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല വെണ്ണം മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാം നല്ല വെണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കായം പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. പിന്നെ ഇഷ്ടമായ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ തക്കാളി ചമ്മന്തി ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ തക്കാളി ചമ്മന്തിയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് അത് മൂപ്പിച്ചെടുക്കാം.
അങ്ങനെ ഇതാ നമ്മളെ ദോശയ്ക്കും ഇഡലിക്കുമുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അങ്ങനെ ഇതാ നമ്മൾ ചമ്മന്തിയൊക്കെ ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇഡലിക്കും ദോശയ്ക്കുമുള്ള ഒരു ചമ്മന്തി, തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാനും മറക്കരുതേ. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ ചമ്മന്തിയും ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റേഷൻ അരി, പിന്നെ പച്ചരി, പിന്നെ ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റായ ഇഡലി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്കും കമൻ്റ് അടിച്ച് എല്ലാവരും സപ്പോർട്ട് നൽകുക. അസ്സലാമു അലൈക്കും.